രേണു സുധിയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ അടുത്തതായി വൈറലാകുന്നൊരു വാർത്ത. അതിനൊരു കാരണമുണ്ട്. ഇപ്പോഴിതാ വിദേശത്തായിട്ട് ഷോകളൊക്കെ ചെയ്ത് വളരെയധികം മുന്നേറുകയാണ് രേണു എന്ന് തന്നെ പറയണം. അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തനിക്ക് ലഭിച്ച വാർത്തകളെക്കുറിച്ചും തനിക്ക് ലഭിച്ച സമ്മാനങ്ങളെക്കുറിച്ചും പറയുന്ന രേണുവിൻ്റെ ഒരു വീഡിയോ. എനിക്ക് ഡയമണ്ട് നെക്ലസ് കിട്ടി, വളരെയധികം സന്തോഷത്തോടെ ഞാനത് ഏറ്റെടുക്കുന്നു. എനിക്ക് കിട്ടിയ സമ്മാനമാണിത്. അതുപോലെ തന്നെ ലക്ഷങ്ങളാണ് എനിക്ക് പ്രൈസ് കിട്ടിയത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് വളരെയധികം തെറ്റായിപ്പോയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസിൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയുടെ തുക വെറും 10 ദിവസം കൊണ്ട് രേണു ഇപ്പോൾ വിദേശത്ത് ഷോ ചെയ്ത് നേടിയെടുത്തു. അപ്പോൾ അത് തന്നെയാണ് നല്ലത് എന്ന് പ്രേക്ഷകരും എടുത്തു പറയുന്നുണ്ട്. രേണു അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുവെന്ന് സോഷ്യൽ മീഡിയ തന്നെ കുറിക്കുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും രേണുവിൻ്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാം വളരെ പോസിറ്റീവായി എടുക്കുന്ന രേണു ഇതിനെയും പോസിറ്റീവായി തന്നെയാണ് എടുക്കുന്നതെന്നുമാണ് വിശ്വസിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ തന്നെയും ഇത്തരത്തിൽ തന്നെയാണ്. ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ തവണയും രേണുവിനെക്കുറിച്ച് വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് UAE പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പോൾ രേണു എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രേണു പറയുന്നൊരു കാര്യമുണ്ട്. ഉടനെ തന്നെ ഞാൻ ബഹ്റൈനിലും പോകും. എനിക്ക് ഒരുപാട് ഷോകൾ ലഭിക്കുന്നുണ്ട്. എല്ലാം ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ. എനിക്ക് എൻ്റെ മക്കളെ കാണണം ആദ്യം. അതാണ് എനിക്ക് ആദ്യം പ്രാധാന്യമായി ഉള്ളത്. 10-15 ദിവസമൊക്കെ മാറി നിൽക്കുന്നതിൽ പിന്നെയും പ്രശ്നമില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അത്രയും അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഹൗസ് പോലെയല്ല ഇത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ എത്ര നിന്നാലും കിട്ടുന്നതിനേക്കാട്ടിലും പൈസ എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. രേണുവിൻ്റെ ജീവിതം കൊണ്ട് തന്നെ അതെല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട്. രേണു അത്തരത്തിലൊരു തീരുമാനമെടുത്തതും വളരെ നന്നായി എന്ന് തന്നെ പറയുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അക്കൂട്ടത്തിലേക്ക് തന്നെയാണ് ഞാൻ എത്തി നിൽക്കുന്നതും. എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അധ്വാനിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ വിദേശത്ത് പോയി. നേടിയ സ്വത്തുക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ആർക്കും അത് പറയാൻ പോലും സാധിക്കില്ല. അത്രമാത്രം ഞാൻ നേടിക്കഴിഞ്ഞു. ബിഗ് ബോസിൽ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയും നേടാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല. ഷോയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഷോയെ എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ ചെന്നപ്പോൾ അതൊക്കെ പോസിറ്റീവായി മാറുകയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പലരും എൻ്റെ ആരാധകരായി മാറി എന്ന് തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാകുന്നുമുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ആ ഷോയിൽ നിൽക്കുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണെന്ന് തന്നെയാണ് രേണു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഷോയിൽ നിന്നും വേഗം എനിക്ക് പോകണം എന്ന് തോന്നിയത്. എൻ്റെ മക്കളെ കാണണം എന്നൊക്കെ എനിക്ക് തോന്നിയത്. അതെനിക്ക് ബിഗ് ബോസ് മനസ്സിലാക്കി തരികയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തു. അതിൽ തന്നെ തനിക്ക് വളരെയധികം നന്ദിയുണ്ടെന്ന് രേണു കുറിച്ചു. ഇതിനപ്പുറം എനിക്കൊന്നും വേണ്ടെന്നും രേണു ഇപ്പോൾ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ല കാര്യമാണെന്നും ഇപ്പോൾ ജീവിതം നോക്കി മുന്നേറുന്നത് കൊണ്ട് തന്നെ രേണുവിന് മതിയായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഇതാണ് എൻ്റെ ജീവിതമെന്നും രേണു എടുത്തു പറയുന്നുണ്ട്. രേണുവിനത് കൃത്യമായി മനസ്സിലായി. രേണു എന്തായാലും ഇപ്പോൾ വിദേശത്ത് ഷോ ഒക്കെ ചെയ്ത് മുന്നേറുകയാണെന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ രേണു ഓരോ കാര്യങ്ങളും പറയുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.